ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക രാജുവിനോട് ഹൃതിയോടും പറയാം, അതെ പറക്കും തളിയൊന്നും അല്ല, എൻ്റെ ഫ്രണ്ടാണ് ധനലക്ഷ്മി. ഉടനെ ഹൃതിക പറയും, ഓ ആ ഇഡിയറ്റിൻ്റെ പേരപ്പം ധനലക്ഷ്മി എന്നായിരുന്നു, അവൻ പെണ്ണായിരുന്നോ? രാജു, ആ ദീപക്ക് തൻ്റെ പെണ്ണായിരുന്നെന്ന്. എടിയടി മതിയാക്കടി, ഞാൻ എൻ്റെ മകനെ ഇവിടെ നടിച്ചോടിച്ചെൻ്റെ സങ്കടത്തെ നിൽക്കുമായിരുന്നു. അയ്യോ, അപ്പം സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ അവനോട് കളിച്ചും ചിരിച്ചുമൊക്കെ സംസാരിച്ചത്? രാജു വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ എൻ്റെ ദുഃഖം മറയ്ക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് ചിരിച്ചും കളിച്ചും പോയി. എന്താ അതിപ്പോൾ ഒരു തെറ്റാണോ? ഏയ് തെറ്റൊന്നുമല്ല. മകനെ അടിച്ചതും ശവിച്ചതും ഒക്കെ ഉണ്ടല്ലോ, നല്ല ഒന്നാന്തരം നാടകമായിരുന്നു. ഞങ്ങൾക്കത് അപ്പോഴേ പിടികിട്ടിയിരുന്നു. രാജു പറയാം, നിങ്ങളുടെ വൺ മാൻ പ്ലേയും മോണോ ആക്റ്റും ഒക്കെ ഞങ്ങൾ എത്രയോ കണ്ടിരിക്കുന്നു. പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ല, അഭിനയിക്കുന്നത് വളരെ ആർട്ടിഫിഷ്യലാണ്. അതുകൊണ്ട് തീരെ ശരിയാകുന്നില്ല, മോശമാ. വേണമെങ്കിൽ മേഡം ആ പട്ടാളം പാസയെ വിളിച്ചു തരാം, അയാളാണെങ്കിൽ നവരസമൊക്കെ നല്ലതുപോലെ പഠിപ്പിച്ചു തരും. നീയൊക്കെ എന്താടാ കരുതിയത്? അവസരം കിട്ടിയപ്പോൾ അങ്ങ് സംസാരിച്ച് തന്നെ അങ്ങ് വിഴുങ്ങുവാണോ? ഈ വിഴുങ്ങലും മെഴുങ്ങലും ഒക്കെ നിങ്ങൾക്കല്ലേ ഉള്ളത്? പണ്ട് സൂര്യമംഗലത്ത് ചാണകം മെഴുകി നടന്നതല്ലേ? അംബികയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ല. പോടി അവിടുന്ന്. പോകാൻ പോകുന്ന ഞാനല്ല, നിങ്ങളായിരിക്കും ഇവിടുന്ന്. മകൻ എന്തായാലും ഇനി ഈ വീട്ടിലോട്ട് എൻട്രി ഇല്ല. ഇലക്ഷനിൽ അവൻ 8 നില പൊട്ടുകയും ചെയ്യും. അങ്ങനെ പൊട്ടിയാലുടനെ ആ മല വിഴുങ്ങിയ ആനന്ദംപിള്ള അവനെ തൊഴിച്ച് പുറത്താക്കുകയും ചെയ്യും. പിന്നെ അവൻ വല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ സെൻട്രൽ ജയിലോട്ട് അയക്കാനുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അംബികയെ ദിവസങ്ങൾ എണ്ണിക്കോ. അമ്മയ്ക്കും മോനും ഒന്നിച്ച് ജയിലിൽ പോകാനുള്ള സുവർണ അവസരമാണ് ഇനി വരാൻ പോകുന്നത്. പെട്ടെന്നുള്ളൊരു മരണം എന്തുകൊണ്ട് നിങ്ങൾക്ക് തരണ്ടാന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ബാക്കി ജീവിതം ജയിലിൽ കിടന്ന് ഓർത്തോർത്ത് പശ്ചാത്തപിക്കാനായിട്ടിരിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ അംബികയുടെ മുഖത്ത് നോക്കി ഹൃതിക പറഞ്ഞിട്ട് ഹൃതിക അവിടെ നിന്ന് പോവുകയാണ്. അംബിക ആകെ അങ്കലാപ്പിലായി. ദൈവമേ, ഇത് വല്ലതും നടക്കുമോ? ആകെ ഒരു ഭയമായി അംബികയ്ക്ക്. ഹരീഷും ശ്രീലക്ഷ്മിയും കൂടെ ഒരാളും ഉണ്ട്. അവരങ്ങനെ ഇലക്ഷനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. ഹരീഷ് ശ്രീലക്ഷ്മിയോട് പറയാം, താണ്ടെ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ തലക്കനൊന്നും പിടിച്ചോണ്ട് നിൽക്കരുത്. ഇനി ചെരുപ്പ് നക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ അതും അങ്ങ് ചെയ്തേക്കണം, എന്നാലേ വോട്ട് കിട്ടത്തുള്ളൂ. കൂടെ വന്ന അയാൾ ഹരീഷിനോട് പറയാം, വേണ്ട നമുക്ക് ആ വീട്ടിൽ കയറി വോട്ട് ചോദിച്ചാൽ. എൻ്റെ ചേട്ടൻ എന്തൊരു വിവരക്കേടാ പറയുന്നത്. അതെ, ആ രാജുവിൻ്റെ വീടാ. ഇവളെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ അവരെ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടിയാ. അയ്യോ, അതെന്തിനാ അവരെ തോൽപ്പിക്കുന്നത്? ശ്രീലക്ഷ്മിയുടെ എതിരാളി പൊൻകുന്നം സദാശിവനല്ലേ? അയ്യോ എൻ്റെ ബ്രദറെ, ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്നാൽ നമുക്ക് വേണ്ട ആ വീട്ടിലോട്ട് പോയാലോ? അതൊരു കൂട്ടുകുടുംബ, ഒരു 10 ഓട്ടെങ്കിലും കിട്ടും. അതാ പനക്കലെ കുമാരപിള്ളയുടെ വീടല്ലേ, അവരുമായിട്ട് നമ്മൾ അത്ര കൂട്ടല്ല. എന്നാ വേണ്ട അതിൻ്റെ പടിഞ്ഞാറെ വീട്ടോട്ട് കയറിയല്ലോ. അയ്യോ അത് വേണ്ട, അതാ നാരദൻ ഗോപിയുടെ വീടാ, അവനുമായിട്ട് ഞങ്ങൾ ഉടക്കാം. അല്ല, നിങ്ങളിങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ആയെങ്കിൽ പിന്നെ അങ്ങനെ ആരോടാ വോട്ട് ചോദിക്കുന്നത്? ഇത് കേട്ടോണ്ടാണെന്നൊന്ന് ജയൻ അങ്ങോട്ട് വരും. ജയൻ പറയും, എന്നാൽ നമുക്ക് ചന്ദ്രനിലോ ചൊവ്വായിലോട്ടോ അങ്ങോട്ട് പോവാം. രുക്മിണി ആൻറ്റിക്ക് ശത്രുതയില്ലാത്തത് അവിടെ മാത്രമേ ഉള്ളൂ. ഹരീഷ് ഉടനെ ജയനോട് വേണ്ടോ, തന്നോട് ഉപദേശം ചോദിച്ചില്ല. എടി ശ്രീലക്ഷ്മി, ഇവൻ നാണ്ട കാണുന്നവരോടൊക്കെ മെക്കിട്ട് കയറാൻ നടക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇതിനൊന്നും പോകാതിരിക്കുന്നത് നല്ലത്. എടി കൊച്ചേ, നീ എൻ്റെ അനുജത്തിയ, ഇവൻ എൻ്റെ അനിയനും. ശ്രീലക്ഷ്മി ജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാൾ ഞാൻ. എനിക്ക് കാശ് തന്നാലേ എൻ്റെ വോട്ട് ഞാൻ മറിച്ച് നിൽക്കത്തില്ല. എന്തായാലും കൊച്ചമ്മയുടെ മോനല്ലേ ജയൻ, അങ്ങനല്ലേ പറയൂ. ഈ നേതാക്കന്മാരുടെ കൂടെ ഒക്കെ നടന്ന് കുറേ രാഷ്ട്രീയ തരികടകളൊക്കെ പഠിച്ച നിലയ്ക്ക് ശ്രീലക്ഷ്മി, നിനക്ക് ഞാൻ വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ തരാം. ശത്രുവായിക്കോട്ടെ മിത്രമായിക്കോട്ടെ, ഈ ഇലക്ഷനിൽ ആരും നമുക്കൊരു അന്യരാകരുത്. എല്ലാവരോടും കളിച്ചും ചിരിച്ചും വേണം വർത്തമാനം പറയാൻ. ഇലക്ഷൻ പീരീഡിൽ കണ്ട അടുക്കളയുടെ പിന്നാമ്പുറം എല്ലാം കയറി ഇറങ്ങി നടക്കണം. മൂക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന പിള്ളേരുടെ മൂക്കളെയൊക്കെ തുടച്ചങ്ങോട്ട് മാറ്റണം. അപ്പിയിട്ടിട്ട് നിൽക്കുന്ന പിള്ളേരാണെങ്കിൽ അവർക്ക് കഴുകി കൊടുക്കണം. അയ്യേ, ഇതൊക്കെ ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എങ്കിൽ പിന്നെ ശ്രീലക്ഷ്മി, ഞാൻ പറയുക, നിനക്കൊരു രാഷ്ട്രീയ ഭാവിയില്ല. ഉടായിപ്പിൽ ഡോക്ടറേറ്റ് കിട്ടിയവർ മാത്രമേ ഈ രാഷ്ട്രീയത്തിൽ ശോഭിക്കൂ. നീ ജയിച്ച് മന്ത്രിയായി വന്നാൽ PA ആകാനുള്ള മോഹം തൽക്കാലം ഞാനങ്ങ് ഉപേക്ഷിച്ചു. അപ്പോഴങ്ങോട്ട് രാജുവും ഹൃതികയും ബൈക്കിൽ വരുന്നുണ്ട്. രാജു ചോദിക്കുക, എന്താ അളിയ, രാവിലെ വോട്ട് തണ്ടലാണോ? ജയൻ ചോദിക്കുക, രാജു അളിയ ഏതളിയനെയാ വിളിച്ചത്? ഈ മൂത്തളിയനെയാണോ ദാണ്ട നിൽക്കുന്ന കുഞ്ഞളിയനെയോ? അയ്യോ, ഞാൻ വിളിച്ചത് എൻ്റെ ജയചന്ദ്രൻ അളിയനെയാ. ഈ ചെറിയ അളിയനാണെങ്കിൽ എന്നെ നോക്കുന്നതേ പിശാച് കുരിശ് കാണുന്ന പോലെയാ. ഉടനെ ഹരീഷ് പറയാം, അത് അങ്ങനെ തന്നെയാ, ഒരു മാറ്റവും വരില്ല. ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ രാജുവിനോട് പറയാം, വഴിമാറ്, ഞങ്ങൾ ഇലക്ഷൻ പ്രചരണത്തിന് പോകാനുള്ളതാ, തടസ്സപ്പെടുത്താനൊന്നും നിൽക്കണ്ട. എടി, കേരളം ഭരിക്കാനുള്ള ആൾക്കാരുടെ തെരഞ്ഞെടുപ്പിൽ നീയൊക്കെ മത്സരിക്കാൻ എന്ത് യോഗ്യതയാടിയുള്ളത്? നിനക്ക് എത്ര കാലം പൊതുരംഗത്ത് പ്രവർത്തിച്ചതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടടി? അതും പോട്ടെ, നിനക്കൊക്കെ പൊതുജനങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹൃതികയും വിട്ടുകൊടുത്തില്ല. ഡി ശ്രീലക്ഷ്മി, ഒരു സ്റ്റേജിൽ കയറി 10 വാക്ക് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? പൊതുവായിട്ടൊരു പ്രശ്നം വരുമ്പോൾ അത് മാന്യമായിട്ട് പരിഹരിക്കാനുള്ള കഴിവുണ്ടോ നിനക്ക്? ക്രൈസിസുകൾ വരുമ്പോൾ പതരാതെ നിൽക്കാനുള്ള കറേജ് ഉണ്ടോ? എന്താ ശ്രീലക്ഷ്മി, നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടോ? രാജു പറ, ഇതൊക്കെ അങ്ങ് പോട്ടെ, നിനക്ക് ക്ഷമയുണ്ടോ?
സഹനശക്തിയുണ്ടോ, നേരുണ്ടോ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു നെറിയുണ്ടോ? ഹരീഷും ശ്രീലക്ഷ്മിയും വല്ലാത്തൊരു ഊരാക്കുടുക്കിൽ പെട്ടതുപോലെ ഇങ്ങനെ നടുങ്ങി നിൽക്കുക. ജയൻ മനസ്സിൽ പറയാം, എൻ്റെ ദൈവമേ, എൻ്റെ അളിയനും അളിയത്തിയും വല്ലാത്ത പുലികളാണല്ലോ. ഹൃതിയെ കുറെ കാര്യങ്ങൾ ഇംഗ്ലീഷിലങ്ങോട്ട് വെച്ച് കാച്ചുവാണ്. ഇതൊക്കെ കേട്ട് ജയൻ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുക. അതേ അവസ്ഥ തന്നെയാണ് ഹരീഷും. ശ്രീലക്ഷ്മി ഇങ്ങനെ പതറി നിൽക്കുക. വേണ്ട സബാഷ് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അങ്ങോട്ട് വരുന്നുണ്ട്. അടി ജയേട്ട അങ്ങോട്ട് കൈ. പെട്ടെന്ന് പ്രിയ പറഞ്ഞതെന്താണ്ട് ജയൻ അങ്ങോട്ട് കൈയടി തന്നെ. രാജു ഹരീഷിനെയും ശ്രീലക്ഷ്മിയും നോക്കിയിട്ട് പറയാം, ഈ നിൽക്കുന്നത് കേരളം കണ്ട 4 നൂറ്റാണ്ടോളമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന, കേരളം കണ്ട ഏറ്റവും മഹാന്മാരിൽ ഒരാളായ പ്രതാപവർമ്മയുടെ മകളാണ് എൻ്റെ ഭാര്യ ഋതിക വർമ്മ. ഈ വരുന്ന ഇലക്ഷനിൽ മത്സരിക്കാൻ ഞങ്ങൾ എല്ലാവരും ഋതുവിൻ്റെ കാല് പിടിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, ഋതു ഇലക്ഷനിൽ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ ശ്രീലക്ഷ്മി, നീ ജനിപ്പിച്ച് വളർത്തിയ അമ്മയെയും ഓമനിച്ച് വളർത്തിയ അച്ഛനെയും സ്നേഹം മാത്രം തന്ന് വളർത്തിയ ഞങ്ങളെയൊക്കെ അവഗണിച്ച് ഇലക്ഷന് മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. ഈ ഇലക്ഷനെ ദൈവം നേരിട്ടിറങ്ങി വന്ന് നിന്നെ പൊട്ടിക്കും. പിന്നെ നീ 8 നിലയ്ക്ക് പൊട്ടാനുള്ള ഒരു ബോംബ് നീ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. നിന്റെ അമ്മായിയമ്മ അവരെ അറിയുന്ന ഈ നിയോജക മണ്ഡലത്തിൽ ഒരു നായ പോലും ഒരച്ചോണ്ട് വരും നിന്നെ കടിക്കാൻ. ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ ചോദിക്കുക, എന്താ തീർന്നോ? രാജു പറയാം, തൽക്കാലം ഇത്രയൊക്കെ മതി. വലിയൊരു യോദ്ധാവിനെ പോലെ ഹരീഷ് പറയാം, ഇതിനുള്ള മറുപടി ശ്രീ ഞാൻ കൊടുക്കാം. വേണ്ട, നിങ്ങളുടെ പൊൻകുന്ന സദാശിവനെ എന്റെ ഭാര്യ ശ്രീലക്ഷ്മി ഈ ഇലക്ഷനെ തോൽപ്പിച്ചിരിക്കും. ശ്രീലക്ഷ്മി ജയിച്ച് മന്ത്രിയാവുകയും ചെയ്യും. ഇത്രയും പറഞ്ഞിട്ട് അവരോടൊപ്പം വന്ന പാസിയെ വിളിച്ചിട്ട്, എടോ പാസി വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ ശ്രീലക്ഷ്മിയും ഹരീഷും അങ്ങനെ പോവുകയാണ്. അവരങ്ങോട്ട് പോയപ്പോഴാണ്ട് കള്ളനെ കഞ്ഞി വെച്ച് ആ ജയൻ പറയും, നാണ്ട കൊടുക്കുന്നെങ്കിൽ ഇതുപോലെ സ്ട്രോങ് ആന്റിബയോട്ടിക് തന്നെ കൊടുക്കണ കളിയാ. രാജുവളിയ, പിന്നെ മറ്റൊരു ഫ്ലാഷ് ന്യൂസ് ഉണ്ട്. എന്താ കളിയാ? ഋതുമോളുടെ ഫ്രണ്ട് സ്വാതി നിൽക്കുന്ന മണ്ഡലത്തിലെ എതിർ സ്ഥാനാർത്ഥി ആരാണെന്നറിയോ? മിസ്റ്റർ അനന്തംപിള്ള. അതിനളിയ, അളിയൻ അനന്തംപിള്ളയുടെ ആളല്ലേ? ഞാൻ അനന്തംപിള്ളയോടെ നിന്നാലെന്താ? ഞാൻ മനസ്സുകൊണ്ട് പ്രതാപവർമ്മ സാറിൻ്റെ ആളാ. വർമ്മ സാറിനെ ജയിപ്പിക്കാൻ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. രാജുവും ഹൃതി അർത്ഥം വെച്ചൊരു മൂളുന്നുണ്ട്. കാരണം ജയനല്ലേ, അല്പം പോലും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. 10 പുത്തം കണ്ട എപ്പം മറുകണ്ഠം ചാടിയെന്ന് ചോദിച്ചാൽ മതി കൊച്ചമണിയും മകൻ ജയനും. രാജുവും ഹൃതി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പ്രിയ ജയനോട് ചോദിക്കുന്നു, എന്തിനുള്ള പുറപ്പാടാ ജയേട്ടാ നിങ്ങൾ? ഇടി പ്രിയ, ഇതാടി രാഷ്ട്രീയത്തിലെ നയതന്ത്രം. വർമ്മ സാർ ജയിച്ചാൽ ഞാൻ വർമ്മ സാറിനോടൊപ്പം പോവും, ദീപക് ജയിച്ചാൽ ഞാൻ അവനോടൊപ്പം പോവും. എന്തായാലും നമുക്ക് ഹാപ്പിയായിട്ട് ജീവിച്ചാൽ പോരെ എൻ്റെ ഡാർലിംഗ്. പ്രിയയും അതിനങ്ങ് സമ്മതിക്കുവാണ്. അങ്ങനെ അനന്തംപിള്ളയും കൂട്ടരും കൂടെ കളക്ടർ ശാലിനി എടുത്ത് വന്നിട്ട്, അനന്തംപിള്ള മേഡം, ഇതെന്റെ നോമിനേഷൻ. കളക്ടർ അതൊക്കെ നോക്കിയിട്ട് അടുത്താളെ വിളിക്ക്. പെട്ടെന്ന് ദീപക് എഴുന്നേറ്റ് മേഡം എന്നും പറഞ്ഞ് നോമിനേഷൻ കൊടുക്കുവാണ്. ദീപകിന്റെ ലുക്കൊക്കെ അങ്ങോട്ട് മാറ്റി തനി വെള്ളയൊക്കെ ഇട്ട് വല്ല കുട്ടപ്പനായിട്ട് കൊണ്ട് നടക്കുവാണ്. എന്തായാലും 8 നില പൊട്ടാനുള്ളതല്ലേ. ദീപക്കും അനന്തംപിള്ളി അങ്ങനെ നോമിനേഷനൊക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട്. ദീപക് അനന്തംപിള്ളയോട് പറയും, അങ്കിളെ, ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എന്തായാലും വെറുതെ ആയില്ല. ഈ സമയം തരികിടകളായ കൊച്ചമ്മണിയും മോനും കൂടെ ദാണ്ട് ഏതോ ഒരു വീട്ടിലോട്ട് വരുന്നുണ്ട്. എന്തൊക്കെയോ നല്ല ക്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ് ജയൻ കൊച്ചമ്മണിയെ കൊണ്ടുവരുന്നത്. ദാണ്ടെ, നിങ്ങളുടെ തനി സ്വഭാവം കാണിച്ച് അവിടെ തനി തറയാകരുത്. ഞാനാണെങ്കിൽ ഇപ്പൊ ഉദിച്ചുയരുന്ന ഒരു രാഷ്ട്രീയ നക്ഷത്രമാണ്. എന്നാൽ എൻ്റെ രാഷ്ട്രീയ നക്ഷത്ര നേതാവേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊന്നും പറഞ്ഞു തന്നാൽ മതി. നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ഒറിജിനൽ സ്ഥാനാർത്ഥി കൊച്ചമ്മണിയുടെ വീടായി കാണുന്നത്. അവരോട് ഞാൻ വിളിച്ച് പറഞ്ഞതനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവർ പോയിട്ടില്ല. അവരെയായി മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ പോയ നിങ്ങളെ ഞാനേ സ്വാധീനിച്ചു കൊണ്ടുവന്നതാ. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അയ്യോ, അതെങ്ങനെ ശരിയാകും? നമ്മൾ കീരിയും പാമ്പും ഒക്കെ ആണെങ്കിലും നീ എൻ്റെ സീമന്ത പുത്രനല്ലേ. എൻ്റെ തള്ളെ, ഈ സ്ത്രീയുടെ മുന്നിൽ നമ്മൾ തമ്മിൽ യാതൊരു പരിചയമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന കൊച്ചമണി വലിയ കാശുകാരിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂതറയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ വളരെ വെയിറ്റോടെ വലിയ പ്രൗഢിയോടെ നിൽക്കണം. ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ നല്ല പ്രൗഢിയല്ലേ? ദാണ്ടെ വീണ്ടും പറയാ, 10 ലക്ഷത്തിന് 10 പൈസ പോലും കുറയ്ക്കരുത്. പോടാ, 5 പൈസ ഞാൻ കുറപ്പിക്കത്തില്ലല്ലോ. ഞാൻ പോയി അവരോട് സംസാരിക്കുമ്പോഴേ ലോറിയുടെ മുന്നിൽ അകപ്പെട്ടു പോയ കോക്കാച്ചിത്തവള നിൽക്കുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ വീർപ്പിച്ച് നിന്നോണം. അങ്ങനെ ജയൻ അവിടെ ചെന്ന് ഒറിജിനൽ കൊച്ചമ്മണിയെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാനൊരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു, സമ്മതിക്കത്തില്ലായിരുന്നു കേട്ടോ. ഒറിജിനൽ കൊച്ചമ്മണി പറയാം, ദാണ്ടാ കിളവിയെ കണ്ടിട്ട് ലോക തറയാണെന്ന് തോന്നുന്നല്ലോ. അയ്യോ, അതുകൊണ്ടാണല്ലോ ഇത്തരം വൃത്തികെട്ട ഏർപ്പാടിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത്. എന്തായാലും കാര്യം നടക്കാൻ കഴുതക്കാലും പിടിക്കണമല്ലോ. ഏതായാലും ജയം വിളിച്ചോണ്ട് വാ, ഞാൻ സംസാരിച്ച് നോക്കാം. മേഡം, എഗ്രിമെന്റ് ഒക്കെ ഞാൻ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ട്. ക്യാഷ് ആയിട്ട് കൊടുത്താൽ മതി. പിന്നെ എൻ്റെ കമ്മീഷൻ മേഡം അവർ കാണാതെ എനിക്ക് തന്നാൽ മതി. മേഡം എന്തായാലും കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ നിൽക്കണ്ട. പോലീസൊക്കെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് നടക്കുക. കൊച്ചമ്മണി ഇങ്ങനെ വീർപ്പിച്ച് കെട്ടി വലിയ ഗമയെ നിൽക്കുക. ജയൻ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ ആ കൊച്ചമ്മണി ചോദിക്കും, അല്ല അത് ജയൻ്റെ അമ്മയാണ്. അയ്യോ, എൻ്റെ അമ്മയല്ല.
പ്രായമുള്ള ആളല്ലേ, അതുകൊണ്ട് വിളിച്ചതാ. അങ്ങനെ 2 കൊച്ചമണിമാരുടെ ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് പരിചയപ്പെടുന്നുണ്ട്. കൊച്ചമണി തള്ളു തുടങ്ങി. ദാണ്ട് ഈ ജയചന്ദ്രവർമ്മ എന്ന് പറയുന്ന ആളെ എന്റെ പുറകെ നടന്ന വലിയ ശല്യം. ഞാൻ മുന്നണിയുടെ കാൻഡിഡേറ്റ് ആണ്. അയ്യോ, ഇവര് ലോക അടിച്ചുവാര തൊഴിലാളികളുടെ പ്രസിഡന്റ് ആണ്. ഇവർക്ക് എല്ലാ രാജ്യത്തുനിന്നും പ്രചരണത്തിന് ആളുകൾ വരും. എന്നാ പിന്നെ ഞാൻ തർക്കിക്കാനൊന്നും നിൽക്കുന്നില്ല. ജയചന്ദ്രൻ എല്ലാം പറഞ്ഞല്ലോ, എന്നാ ഞാൻ ക്യാഷ് എടുത്തിട്ട് വരാം. അങ്ങനെ മത്സരിക്കാൻ നിൽക്കുന്ന ഒറിജിനൽ കൊച്ചമണി ദാണ്ട് ഒരു വലിയ പൊതിക്കെട്ടുമായിട്ട് വരുന്നുണ്ട്. കൊച്ചമണി പത്രിക കൊടുക്കില്ലല്ലോ. ഒരിക്കലുമില്ല. തരികിട കൊച്ചമണി പറയും. അങ്ങനെ ക്യാഷ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവാണ് കൊച്ചമണി. എന്നിട്ടൊരു പൊട്ടിക്കരച്ചില് തരികിട കൊച്ചമണി. അയ്യോ, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഒരു മന്ത്രിയാകാനുള്ള എൻ്റെ മോഹമാണ് കരിഞ്ഞു പോയത്. ജയൻ പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് കമ്മീഷനും വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ കൊച്ചമണിയായിട്ട് പോവുകയാണ്. കൊച്ചമണിയെ ശരിക്കും അറിയാവുന്നുണ്ട് ജയൻ പുറകിനോട്. അമ്മ അവിടെ നിൽക്കുക, എൻ്റെ കമ്മീഷൻ. അന്ന് ഉടങ്ങടാ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് എണ്ണി നോക്കിയിട്ട് തരാം. അമ്മ എന്നെ തേക്കരുത്, എൻ്റെ കമ്മീഷൻ എന്താ? അമ്പിക മോൻ്റെ ഡ്രസ്സും ഒക്കെ ആയിട്ട് കാറിൽ വന്നിരിക്കുക. രാജുവും ഹൃദയ ഇത് ഒളിഞ്ഞു പോയി നിന്ന് നോക്കുന്നുണ്ട്. അമ്മ വന്നോ? പിന്നെ വരാതിരിക്കാൻ പറ്റുമോ മോന് എന്നും പറഞ്ഞ് ദീപക്കിന്റെ ഡ്രസ്സിരിക്കുന്ന പെട്ടി കൊടുക്കുവാണ്. എന്റെ മകന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയാ ഇന്നു മുതൽ ഈ അമ്മയുടെ പ്രാർത്ഥന. അമ്മ ഈ പെട്ടിയെടുത്തോണ്ട് തന്നെ ആരെങ്കിലും കണ്ട? എടാ മോനെ, ഇതൊക്കെ ആരെയും കാണിക്കാതെ കൊണ്ടുവരാനുള്ള ട്രിക്സ് ഒക്കെ എനിക്ക് അറിയില്ലേ? ഇലക്ഷൻ വരെ നീയും ഞാനും ബെത്ത ശത്രുക്കളാ. അനന്തംപിള്ളയല്ലാതെ ഈ തരികട മറ്റാരും അറിയണ്ട. അങ്ങോട്ട് നോക്കിക്കരുതോ. അമ്മയുടെ മോന്റെ അഭിനയം കണ്ടോ? രാജു ഇവനെ ഇലക്ഷനിൽ 8 നില പൊട്ടിക്കണം. ഇങ്ങനൊക്കെ പറയാൻ ഈ രാജുവിനും ഹൃദയക്കും പറ്റത്തുള്ളൂ. ആ നടക്കുന്ന കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് പ്രതാപനെ കാണിക്കാനുള്ള ബുദ്ധി ഇതുങ്ങൾക്ക് 2 പേർക്കും തോന്നുന്നില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല ഋതു. അനന്തംപിള്ള കാലന്, അവൻ കാശ് വാരി എറിയും. അതുകൊണ്ട് ഈ ദീപക് എന്ന ഇഡിയറ്റിനെ തോൽപ്പിക്കാൻ ഇത്തിരി പാടുപെടേണ്ടി വരും. എന്തായാലും വാ, നമുക്ക് പോകാം എന്നും പറഞ്ഞ 2 ബുദ്ധിജീവികളും അവിടുന്ന് പോവുക. പ്രതാപനും ഹൃതികയും രാജും ശേഖരനും ചേർന്ന് സംസാരിക്കുക. പ്രതാപൻ ചോദിക്കും, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛാ, ഒരു ഇലക്ഷൻ പ്രചരണ ജാഥയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാൽനട ജാഥയാണോ? കാൽനട ജാഥയൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പോഴതുവഴി അമ്പിക പോകുന്നുണ്ട്. ആ മണ്ടം പ്രഥമൻ വാ ചേച്ചി എന്ന് വിളിച്ചു വരുത്തുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുക. കേൾക്കാത്ത താമസം അമ്പിക വന്നിരിക്കുന്നുണ്ട്. ഹൃതിക, നീ വിശദീകരിക്കുക. അച്ഛാ, അതായത് പെട്ടെന്നുള്ള ഒരു പ്രചരണ ജാഥ, അങ്ങ് മഞ്ചേശ്വരം മുതൽ കണീക്കവിള വരെ ഒരു പെർഫെക്റ്റ് പ്രചരണ ജാഥ. ശേഖരൻ ചോദിക്കുന്നു, അല്ല മോളെ, ഇലക്ഷനിനി അധികം ദിവസമൊന്നും ഇല്ലല്ലോ. അതിന് ചെറിയച്ച ഇലക്ഷൻ പ്രചരണം നമ്മൾ ഇവിടെ നടത്തും, മാടപ്പള്ളി നിയോജക മണ്ഡലത്തില്. അച്ഛൻ KCPയുടെ നിയുക്ത മുഖ്യമന്ത്രിയല്ലേ? കേരളത്തിൽ മുഴുവൻ നടപ്പാക്കാനുള്ള പദ്ധതി അച്ഛൻ ഈ പ്രചരണ ജാഥയിൽ കൂടെ വ്യക്തമാക്കണം. ഇതെല്ലാം അമ്പിക ഇങ്ങനെ ഉറ്റു കേൾക്കുക. രാജുവും ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛൻ ജനങ്ങളോട് പറയണം, അതൊക്കെ നമ്മുടെ പ്രകടന പത്രികയിൽ ഉള്ളത് തന്നെയാ. മീഡിയയോട് പറഞ്ഞതൊക്കെ. അങ്ങനെ കുറെ പേപ്പേഴ്സുകളൊക്കെ രാജുവും ഹൃദയം പ്രതാപനും നോക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ അമ്പിക ശ്രദ്ധിക്കുവാണ്. പ്രതാപന്റെ കാര്യം പോട്ടെ, ഈ രാജുവിനും ഹൃദയയ്ക്കും അറിയാലോ അംബികയെക്കുറിച്ച്. എന്നിട്ടും അവർ ഇത്ര വിഡ്ഢിത്തരം കാണിക്കുന്നല്ലോ എന്നോർത്ത പ്രതാപൻ ഹൃദയോട് പറഞ്ഞു, ഇതെല്ലാം നല്ല ആശയങ്ങളാ. അത് അംബിക ഇങ്ങനെ ശ്രദ്ധിക്കുവാണ്. അംബിക ഉടനെ മനസ്സിൽ പറയാം, നിന്റെ ഈ ഐഡിയ എല്ലാം ഞാൻ അനന്തംപിള്ളയ്ക്ക് ചോർത്തുപടി. അടുത്ത മുഖ്യമന്ത്രി എൻ്റെ മകന്. പത്മാവതിയും വളരെ സന്തോഷത്തിലാണ്. അവിടെ സെർവൻറ്റിനോട് പറയുന്നുണ്ട്, എൻ്റെ മകൾ ആവുന്ന വിധം അവിടെ അച്ഛൻ്റെ വിജയത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഭഗവാന്റെ കടാക്ഷം കൂടി ഉണ്ടെങ്കിൽ ഈ കടമ്പ മോള് അവിടെ അച്ഛനെ വിജയിപ്പിക്കും. സാറിനോടൊപ്പം ചേച്ചി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി ചെയ്യേണ്ട കാര്യങ്ങളാണ് മകളിപ്പോൾ ചെയ്യുന്നത്. എൻ്റെ മകളെ ഓർത്ത് എനിക്കിപ്പോൾ അഭിമാനമാണ് സുജാതെ. ഇത്ര ചെറിയ പ്രായത്തിൽ എൻ്റെ മോള് വലിയ വെല്ലുവിളിയെ നേരിട്ട് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി എത്രമാത്രം ശ്രമിക്കുന്നുണ്ട്. അവൾ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുക. എനിക്ക് ഒരു കാര്യത്തിലെ വിഷമമുള്ളൂ ചേച്ചി. അതെന്താ സുജാതെ? ശരിക്കും ഋതുമോള് ഒരു സ്ഥാനാർത്ഥിയായിട്ടൊരു മണ്ഡലത്തിൽ വിജയിക്കണമായിരുന്നു. മോള് മത്സരിച്ചിരുന്നെങ്കിൽ 100% മോക്ക് തന്നെ വിജയം ഉണ്ടായേനെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുജാതെ, അവൾക്ക് അങ്ങനെ ആഗ്രഹമോ താല്പര്യമോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അവൾ ഈ ചെയ്യുന്നതൊക്കെ അവിടെ അച്ഛൻ്റെ വിജയത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ പ്രതാപൻ്റെ കോള് പത്മയുടെ ഫോണിലോട്ട് വരുന്നുണ്ട്. സുജാത പറയുന്നു, സിസ്റ്റർ പവിത്രയോട് വർമ്മ സാറിന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. മോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത. സുജാതെ, നീ ഒറ്റയൊരുത്തി കാരണമോ ഇതൊക്കെ? മോള് ബ്ലോക്ക് ചെയ്ത നമ്പരെ ഭാവിയിൽ പത്മാവതി ചേച്ചിക്ക് അത് ഉപകാരമായാലോ. ചേച്ചി കോൾ അറ്റൻഡ് ചെയ്യും എന്നും പറഞ്ഞ സുജാത ഫോൺ എടുത്ത് പത്മാവതിയുടെ കൈ കൊടുത്തിട്ട് സുജാത എവിടുന്ന് പോവുക. ഹലോ സിസ്റ്റർ പവിത്ര, തിരക്കിലാണോ? അല്ല സാറേ. എന്താ വിളിച്ചത്? പറഞ്ഞോളൂ സാർ. ഞാനിങ്ങനെ ഇടയ്ക്ക് നിങ്ങളോട് ഫോൺ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സാറ് പറഞ്ഞോളൂ. ഇലക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ന്യൂസ് ചാനലിൽ കൂടെ അറിയുന്നുണ്ട്. അതെ, ഞാനിപ്പോൾ വിളിച്ചത് പുതിയൊരു വിശേഷത്തെക്കുറിച്ച് പറയാൻ. വളരെ പേഴ്സണലായ എൻ്റെ കാര്യങ്ങൾ ഞാൻ ആരോടും അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷെ എന്താണെന്നറിയില്ല, സിസ്റ്ററോട് സംസാരിക്കുമ്പോൾ മനസ്സിലിരിക്കുന്നതൊക്കെ തുറന്നു പറയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം. ഒരു കാര്യം തെറ്റിദ്ധരിക്കേണ്ട, എൻ്റെ ജീവൻ രക്ഷിച്ച ആളെന്നുപരി നിങ്ങളെ ഞാൻ എൻ്റെ നല്ലൊരു സുഹൃത്തായിട്ടാണ് കാണുന്നത്. അങ്ങനെ വർമ്മസാറിൻ്റെ മനസ്സിൽ എന്നെ ഒരു നല്ല സുഹൃത്തായിട്ട് കാണാൻ തോന്നിയത് തന്നെ ഒരു നല്ല കാര്യമാണ്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ സന്തോഷം തോന്നുന്നുണ്ട്. പറയൂ സാർ, സാർ എന്താണ് പറയാൻ വന്ന കാര്യം?
മുമ്പ് ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു വീൽചെയറിൽ മറ്റാരും ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നെന്ന്. സാറേ, അതെൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമോ. വർമ്മ സാറിൻ്റെ മകൾ ഈ ലോകത്ത് എന്തിനേക്കാളും സാറിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യമാണ്. അത് സത്യമാണ്. എൻ്റെ ജീവിതം ഇപ്പം മുന്നോട്ട് നയിക്കുന്ന എൻ്റെ മകളാണ്. അവളെടുക്കുന്ന തീരുമാനങ്ങൾ കേട്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെടുക. ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടില്ലേ, വീണ് കിടക്കുമ്പോൾ കൈ തരുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കളെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഫ്രണ്ട്ഷിപ്പ് എവിടെ വരെ പോകും? പ്രതാപൻ ലാസ്റ്റ് സഹിക്കാൻ വയ്യാതെ ഫ്രണ്ടിനെ തേടി പോവുമോ? അവിടെ വെച്ച് പത്മയെ കാണുമോ? പിന്നെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഋതിക ഇലക്ഷനിൽ പ്രതാപനെ വിജയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും ആ അംബിക മനസ്സിലാക്കി അതെല്ലാം അനന്തം പിള്ളയ്ക്ക് ചോർത്തി കൊടുത്ത് എന്താകും ലാസ്റ്റില? ദീപക് 8 നില പൊട്ടുമോ അതോ പ്രതാപൻ ജയിക്കുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.